നമസ്കാരം, വെൽക്കം ടു സിഗ്മ സൊല്യൂഷൻ. മകളെ, നമ്മൾ SCERT SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്തമാറ്റിക്സ് സെറ്റ് ബിയിലെ സെക്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ 9 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ 9ാമത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോടാ. എന്തായിരുന്നു 9ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്? എന്തായിരുന്നുടാ മക്കളെ? ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ക്യാൻ എ സിംഗിൾ ടേം ബി ആൻ ഓഡ് നമ്പർ? വൈ? പദങ്ങളെല്ലാം എണ്ണൽസംഖ്യകളായ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദം മാത്രം ഒറ്റസംഖ്യയാകുമോ? എന്തുകൊണ്ട്? അപ്പൊ ഈ ഒരു ചോദ്യം വളരെ നല്ലൊരു ചോദ്യമാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം എന്റെ മക്കൾക്ക് നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ഒരു ഇഷ്ടമുള്ള ഒരു നമ്പർ ഞാൻ ആദ്യപദമായിട്ട് എടുക്കുന്നു, അതിന്റെ കൂടെ ഒരു നമ്പർ കൂട്ടി പോകുന്ന ആളെയാണ് നമ്മൾ പൊതുവ്യത്യാസം എന്നാണ് പറയുക, ഇല്ലേ? അപ്പൊ ആ ഒരു രീതിയിലാണ് വരിക. അപ്പൊ ഇവിടെ നമുക്കറിയാം, സാധാരണ എത്ര തരത്തിലാണ് നമ്പേഴ്സ് ഉള്ളത്? ഓഡ് നമ്പേഴ്സും ഉണ്ട്, ഇവൺ നമ്പേഴ്സ് ഉണ്ട്. അതായത് ഒറ്റ സംഖ്യയുണ്ട്, ഇരട്ട സംഖ്യയുണ്ട്. അപ്പൊ നമുക്കറിയാലോ, ഈ ഓഡ് നമ്പേഴ്സും ഇവൺ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും അറിയണ കാര്യമെന്ന് തോന്നുന്നു. എന്താണ് മക്കളെ, എങ്ങനെയാ ഉണ്ടാവുക? അതായത് ഒരു ഇവൺ നമ്പറും കൂടി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ കിട്ടുക? നോക്കി, ഇവൺ നമ്പർ എന്ന് പറയുമ്പോൾ ഇരട്ടസംഖ്യ അല്ലേ? ഇരട്ടസംഖ്യ എന്ന് പറയുമ്പോൾ അതാ ഞാനൊരു ഇരട്ടസംഖ്യ ആയിട്ട് 4 എടുക്കാണ്. വേറൊരു ഇരട്ടസംഖ്യ ആയിട്ടുള്ള ആരെടുക്കാൻ പോടാ മക്കളെ? 6 എടുക്കാൻ പോകാം. 4 + 6 എത്രയാണ് മക്കളെ വരുന്നത്? 10 അല്ലേ വരുന്നത്? ഇരട്ടസംഖ്യ അല്ലേ വരുന്നത്? ഇത് നോക്കിയൊക്കെ ഒരു ഇരട്ടസംഖ്യ ആയിട്ടുള്ള 12 എടുക്കാൻ പോവാണ്, ഇരട്ടസംഖ്യ ആയിട്ടുള്ള 8 എടുക്കാൻ പോവാണ്. 12 + 8 എത്രയാണ് മക്കളെ വരുന്നത്? 20 അല്ലേ വരുന്നത്? അപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പിക്കാം, ഒരു ഇവൺ നമ്പർ പ്ലസ് ഒരു ഇവൺ നമ്പർ വരുമ്പോ ആൻസർ എന്തായിരിക്കും മക്കളെ വരിക? ഇവൺ നമ്പർ തന്നെ ആയിരിക്കും വരിക, അല്ലേ? ഇനി അടുത്തത്, ഒരു ഓഡ് നമ്പറും കൂടി കൂട്ടുമ്പോ എന്തായിരിക്കും മക്കളെ ഉണ്ടാവുക? ഓഡ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോ ഒറ്റസംഖ്യയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക? ഞാനിവിടെ ഓഡ് നമ്പർ ആയിട്ട് 1ഉം അതുപോലെ 3ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 4 വരിക. ഇനി 9 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണ്, 5 എന്ന് പറയുന്നത് ഒരു ഒറ്റസംഖ്യയാണ്, അല്ലേ? അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 14. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ആൾക്കാരെ പ്രത്യേകത നോക്കിയാണ്. 4, 14 എന്നൊക്കെ പറയുന്നത് എന്താണ് മക്കളെ? ഇരട്ടസംഖ്യ, ഇവൺ നമ്പർ അല്ലേ വരുന്നത്? അപ്പൊ ഒരു ഓഡ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തിനായിരിക്കും മക്കളെ വരിക? ഇവൺ നമ്പർ തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരിക എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, ഒരു ഓഡ് നമ്പറും ഇവൺ നമ്പറും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇവൺ നമ്പറും ഓഡ് നമ്പറും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓഡ് പ്ലസ് ഇവൺ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും മക്കളെ വരിക? ഓഡ് പ്ലസ് ഇവൺ എന്ന് പറയുമ്പോൾ അതാ നോക്കി നോക്കിയേ, ഒരു ഓഡ് നമ്പർ ആയിട്ട് ഞാൻ 3നെയും ഇവൺ നമ്പർ ആയിട്ടുള്ള 6നെ എടുക്കാൻ പോവാണ്. അപ്പൊ 3 + 6 എത്രയാ വരുന്നത്? 9 അല്ലേ വരുന്നത്? ഇനി അല്ലെങ്കിൽ ഇതാ ഞാൻ ഒരു ഇവൺ നമ്പർ ആയിട്ട് 4നെ എടുത്തു, ഓഡ് നമ്പർ ആയിട്ട് 9നെ എടുത്തു. 4 + 9 എത്രയാണ് മക്കളെ വരുന്നത്? 13 അല്ലേ വരുന്നത്? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ആൾക്കാരുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഇത് എല്ലായ്പ്പോഴും എന്തായിരിക്കുന്ന പറയണത്? ഓഡ് നമ്പർ ആയിരിക്കുന്ന പറയണത്. അപ്പൊ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയണതാണെന്ന് വിചാരിക്കണു. ഒരു 2 ഇരട്ടസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോ എന്തായിരിക്കും മക്കളെ വരിക? ഇരട്ടസംഖ്യ ആയിരിക്കും വരിക. അല്ലെങ്കിൽ 2 ഒറ്റസംഖ്യകൾ കൂട്ടുമ്പോ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴും ഇവൺ നമ്പേഴ്സ് ആണ് വരിക. ഓടും ഇവൺ ആണെങ്കിൽ, അതായത് ഒരു ഓഡ് നമ്പറും ഇവൺ നമ്പറും കൂടിയിട്ടാണ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡ് നമ്പർ വരുന്നതാണ് പറയണത്. അപ്പൊ ഈ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി നോക്കിയടാ, നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണി അല്ലേ? ഒരു സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്, അല്ലെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ കൂടെ ഡി കൂട്ടി പോണ കേസാണ് വരിക, അല്ലേ? അപ്പൊ ഞാൻ നോക്കിയടാ, ഞാനിവിടെ ഈ x1 എന്ന് പറയുന്ന ആള് എനിക്ക് ഉണ്ട്, അതുപോലെ ഡിയും. ഇങ്ങനെ 2 പേരാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ x1 എന്ന് പറയുന്ന കേസ് ഞാൻ എന്തായിട്ട് എടുക്കാടാ മക്കളെ? ഓടായിട്ടും, അതുപോലെ ഡി എന്ന് പറയണതും ഓടായിട്ട് എടുക്കുകയാണെങ്കിൽ, ഡി എന്ന് പറയണതും ഓടാണ്, x1ഉം ഓടായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മക്കളെ? എങ്ങനെയായിരിക്കും വരിക എന്ന് പറയണത്? അപ്പൊ നോക്കി നോക്കാം നമുക്ക്. ഞാനിവിടെ ഈ പറഞ്ഞ കേസിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ x1 ഈസ് ഈക്വൽ ടു, അതുപോലെ ഡി എന്ന് പറയണത് 2 ഓഡ് നമ്പർ ആവണമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 2 ഓഡ് നമ്പർ ആവാന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ വരിക? ഇപ്പൊ ഇവിടെ ഞാൻ ആദ്യത്തെ x1 ഈസ് ഈക്വൽ ടു 3 ആയിട്ടും, അതുപോലെ ഡി എന്ന് പറയണത് 5 ആയിട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എങ്ങനെയായിരിക്കും മക്കളെ വരിക? സീക്വൻസ് എങ്ങനെയായിരിക്കും വരിക? ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള 3, പിന്നത്തെ ടേം എങ്ങനെയാണ് കിട്ടുക? 3യുടെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്രയാ വരിക? 8. പിന്നെ വീണ്ടും അതിന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 13.
വീണ്ടും അതിന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 18, പിന്നെ വീണ്ടും അതിന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും മക്കളെ വരിക 23, വീണ്ടും 5 ആഡ് ചെയ്യുമ്പോൾ 28. ഇങ്ങനെയല്ല മക്കളെ പോവാന്ന് പറയുന്നത്. അപ്പൊ രണ്ടും ഓഡ് നമ്പർ ആവുമ്പോൾ അത് അവിടെ എന്താ ഉണ്ടാവണത്, ആദ്യത്തെ അതായത് ഇവിടെ 3 8 എന്ന് പറയുന്നത് 3 എന്ന് പറയുന്നത് ഈ ഒരു നമ്പർ എന്താണ് മക്കളെ, ഓടാണ്. ഇത് ഇവണാണ്, ഓടാണ്, ഇവണാണ്, ഓടാണ്, ഇവണാണ്. ഇങ്ങനെയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ രണ്ടും ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവണും ഓടും മാറി മാറി വരും, അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യയും മാറി മാറി വരുന്നതാണ് പറയുന്നത്. ഇനി x1 ഇതുപോലെ തന്നെ ഞാൻ എന്തായിട്ട് എടുത്തോളാം മക്കളെ, ഓടായിട്ടും ഡി എന്ന് പറയണതിനെ ഞാൻ എന്തായിട്ട് എടുക്കാൻ പോവാണ്, ഇവൺ ആയിട്ട് എടുക്കാൻ പോവാണ്. ഡീനെ എന്തായിട്ട് എടുക്കാൻ പോവാണ്, ഇവൺ ആയിട്ട് എടുക്കാൻ പോവാണ്. അപ്പൊ അതാ ഞാൻ x1 ആയിട്ട് ഒരു ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ അതാ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ 3 തന്നെ എടുത്തു. ഡി ഇവൺ ആവണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡി എന്തായിട്ട് എടുക്കുകയാണ് മക്കളെ, ഇവൺ നമ്പർ ആയിട്ടുള്ള ഒരു 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്, ആദ്യത്തെ ആളാരായിരിക്കും ഇവിടെ വരിക, 3 ആയിരിക്കും വരിക. രണ്ടാമത്തെ ആൾ എത്രയായിരിക്കും വരിക, ടേം 7. മൂന്നാമത്തെ ആളായിരിക്കും മക്കളെ വരിക 11. പിന്നത്തെ ആൾ എത്രയായിരിക്കും വരിക, 11 + 4 എത്ര വരിക 15. പിന്നത്തെ ആള് 15 + 4 19. പിന്നത്തെ ആള് 23 etc. അങ്ങനെയല്ലേ വരുന്നത്. അപ്പോ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ എന്താണ് 3 7 11 15 എന്നൊക്കെ പറയുന്നത്. 3 എന്ന് പറയുന്നത് എന്താ, ഓഡ് നമ്പർ ആണ്. 7 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. 11 ഓഡ് നമ്പർ ആണ്. 15 ഓഡ് നമ്പർ ആണ്. 19 ഓഡ് നമ്പർ ആണ്. 23 ഓഡ് നമ്പർ ആണ്. ഇങ്ങനെ എല്ലാവരും എന്താണ് മക്കളെ വരുന്നത്, ഓഡ് നമ്പേഴ്സ് ആയിട്ടല്ലേ വരുന്നത്. ഞാൻ അടുത്തത് എടുക്കാൻ പോകുന്നത് x1 ഇവണായിട്ടും ഡി എന്ന് പറയണത് ഓടായിട്ടും എടുക്കുകയാണെങ്കിൽ, ഡി എന്ന് പറയണത് ഓടായിട്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ x1 ഇവൺ ആവണമെന്ന് പറയുമ്പോൾ ആണോ മക്കളെ ഞാൻ 2 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണ്. ഇവിടെ ഡി നേരത്തെ എടുത്തത് ഓടായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആളാരായിരുന്നു, 5 അല്ലേ. അപ്പൊ ഇവിടെ ഞാൻ 5 എടുക്കാൻ പോവാണ്. വെറുതെ ഞാൻ റാൻഡം ആയിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ എങ്ങനെയാണ് മക്കളെ ഇവിടുത്തെ ആ ഒരു സീക്വൻസ് എങ്ങനെയായിരിക്കും വരിക, ആദ്യത്തെ ആള് 2 ആയിരിക്കും, പിന്നത്തെ ആൾ എന്തായിരിക്കും വരിക, 2ന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 7, പിന്നെ 7ന്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 12, പിന്നെ വീണ്ടും 5 ആഡ് ചെയ്യുമ്പോൾ 17, പിന്നെ 22, പിന്നെ എത്രയായിരിക്കും മക്കളെ വരിക 27 32 etc. അങ്ങനെയല്ലേ പോവാ. ഇവിടെ ഈ ഒരു നമ്പറിന്റെ കേസ് നോക്കിയൊക്കെ ആദ്യത്തെ ആരായിരുന്നു മക്കളെ, ഇവൺ നമ്പർ ആയിരുന്നു. പിറ്റത്തെ ആൾ ആരാ വരുന്നത്, ഓഡ് നമ്പർ ആണ്. 12 ഇവൺ നമ്പർ ആണ്. 17 ഓഡ് നമ്പർ ആണ്. 22 ഇവൺ നമ്പർ ആണ്. 27 ഓഡ് നമ്പർ ആണ്. 32 എന്ന് പറയുന്നത് ഇവൺ നമ്പർ ആണ്. അപ്പൊ ഇവിടെയും എന്താണ് മക്കളെ വരുന്നത്, ഓഡ് ഇവൺ എന്ന് പറഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടല്ലേ വരുന്നത്. ഇനി അവസാനമായിട്ട് ഇതാ നോക്കിയൊക്കെ, ഇവൺ നമ്പർ x1 ഇവൺ നമ്പറും അതുപോലെ ഡി എന്ന് പറയണതും എന്തായിട്ട് എടുക്കുകയാണോ മക്കളെ, ഞാൻ ഇവൺ നമ്പർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ x1നെ 2 ആയിട്ട് എടുത്തു. ഡി എന്തായിട്ട് എടുക്കുകയാണ് മക്കളെ, 4 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ടേം 2 ആയിരിക്കും വരിക. അതിന് അടുത്ത ആളായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത് 4 ആഡ് ചെയ്യുമ്പോൾ 6, പിന്നെ എത്രയായിരിക്കും വരിക 10, പിന്നെ 14, then നെക്സ്റ്റ് എന്ന് പറയുന്നത് 18 22 etc. അങ്ങനെയല്ലേ വരിക. ഇവിടെ ഈ ഒരു നമ്പറിന്റെ പ്രത്യേകത നോക്കിയാടാ, ഇവിടെ ഈ ഒരു നമ്പറിന്റെ പ്രത്യേകത നോക്കിയൊക്കെ എന്താണ് വരുന്നത് 2 എന്ന് പറയുന്നത് ഇവൺ ആണ്. 6 എന്ന് പറയുന്നത് എന്താണ് മക്കളെ, ഇവൺ നമ്പർ ആണ്. ഈ 10 ഇവൺ ആണ്. 14 ഇവൺ ആണ്. 18 ഇവൺ ആണ്. 22 എന്ന് പറയുന്നത് ഇവൺ ആണ്. അപ്പൊ എല്ലാ നമ്പേഴ്സും എന്താണ് മക്കളെ ഇവിടെ ഇവൺ അല്ലേ വരുന്നത്. ഇനി നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ രീതിയിൽ മാത്രമല്ലേ എനിക്ക് x1ഉം ഡീനെയും സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതുപോലെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് മക്കളെ. സെലക്ട് ചെയ്തതിന് ശേഷം നോക്കിയൊക്കെ, പദങ്ങളെല്ലാം എണ്ണൽ സംഖ്യകളായ ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദം മാത്രം ഒറ്റ സംഖ്യ ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഒരു പദം മാത്രം ഒറ്റ സംഖ്യ ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും വരുന്നത് നോക്കിയാടാ മക്കളെ, ഏതെങ്കിലും ഒരു ടേം ആയിട്ട് മാത്രമായിട്ട് ഓഡ് നമ്പർ ആയിട്ട് വരുന്നുണ്ടോ, ഇല്ലല്ലോ. ഓടും ഇവണും വരുമ്പോ എല്ലാം എന്തായിരിക്കും മക്കളെ, അതായത് ഫസ്റ്റ് ടേം ഓടും, ഡി എന്ന് പറയണത് ഇവിടെ ആവുമ്പോ എല്ലാതും ഓടാണ് വരുന്നത് അല്ലേ. ഇവിടെ ഏതെങ്കിലും ഒരു കണ്ടീഷനില് ഓട് മാത്രമായിട്ട് വരുന്നുണ്ടോ, ഒരൊറ്റ ഓഡ് നമ്പർ മാത്രമായിട്ട് വരുന്നുണ്ടോ, ഇല്ലാലോ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താ പറയാ, ശരിയാവുമെന്ന് തോന്നുന്നുണ്ടോ. ഒരു സമാന്തര ശ്രേണിയിലെ ഒരു പദം മാത്രമായിട്ട് ഒറ്റ സംഖ്യ ആയിട്ട് വരുന്നു തോന്നുന്നുണ്ടോ മക്കളെ, ഒരു കാരണവശാലും വരുന്നതല്ല. അപ്പൊ ഇനി ഇതിന്റെ ആൻസർ എങ്ങനെയാണ്, നമുക്ക് ആൻസർ കീയിൽ അവരിതാ മാർക്കിംഗ് സ്കീം കൊടുത്തിട്ടുണ്ടോ മക്കളെ, അതായത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സം ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ആൻഡ് 2 ഈവൺ നമ്പേഴ്സ് ഈസ് ആൻ ഈവൺ നമ്പർ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ സം ഓഫ് ഓഡ് നമ്പർ ആൻഡ് ഈവൺ നമ്പർ ഈസ് ആൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടൂടാ.
രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? അതിനാൽ ഇരട്ടസംഖ്യ പൊതുവ്യത്യാസമുള്ള ഒരു സമാന്തര ശ്രേണിയിൽ ഒരു പദം ഒറ്റസംഖ്യ ആണെങ്കിൽ എല്ലാ പദങ്ങളും ഒറ്റസംഖ്യ ആയിരിക്കും ഇല്ലേ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഈ ഒരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് അവര് ഒരു മാർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇതാണ് എഴുതി വെച്ചിട്ടുള്ളത്. പൊതുവ്യത്യാസം ഒരു ഒറ്റസംഖ്യ ആണെങ്കിൽ ഈ സംഖ്യയുടെ അടുത്ത പദം ഇരട്ടസംഖ്യ, അടുത്ത പദം ഒറ്റസംഖ്യയുമാണ്. അതിനാൽ എല്ലാ പദങ്ങളും എണ്ണൽ സംഖ്യകളായി ഒരു സമാന്തര ശ്രേണിയിൽ ഒരു പദം മാത്രം ഒറ്റസംഖ്യയാകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ ഒരു 3 സ്റ്റേറ്റ്മെന്റുകൾക്കും ഓരോ മാർക്ക് വീതം, അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ആൻസർ കീയില് ക്വസ്റ്റ്യന്റെ ആ ഒരു മാർക്കിന്റെ വെയിറ്റേജ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിനെയാണ് ആ മക്കളെ ഞാനിവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്റെ മക്കളോട് പറഞ്ഞത്. ഞാനിവിടെ എന്താ പറയാ, ഈ പറഞ്ഞ എല്ലാ കണ്ടീഷനും എടുത്തു നോക്കിയിട്ട് ഇവിടെ എന്താണ് ഉണ്ടാവുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ചെയ്തു പഠിച്ചിട്ട് നിങ്ങൾക്ക് അതുപോലെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മനസ്സിലായത് എന്താണോ അത് കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടുന്നതായിരിക്കും മക്കളെ. അപ്പൊ ഒരു ചോദ്യം എങ്ങനെയാണ് നമ്മൾ ആ ഒരു അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മക്കൾ മനസ്സിലാക്കേണ്ടത്. ഈ സെയിം ക്വസ്റ്റ്യൻ എന്താ പറയുക അതുപോലെ തന്നെ ചോദിക്കുന്നു നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇത് അവർ തന്നിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ചെയ്യുന്ന ആ ഒരു രീതി കണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആ മക്കളെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ. അപ്പൊ നന്നായിട്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? The 5th term of an arithmetic sequence is 10 and the 11th term is 30 എന്നാണ് പറയുന്നത്. What is the 23rd term of this sequence? അതായത് ഒരു സീക്വൻസിലെ 5ാമത്തെ പദം അല്ലെ 10ഉം 11ാമത്തെ പദം 30ഉം ആണ് അല്ലെ. 5ാം പദം 10ഉം 11ാം പദം 30ഉം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 23rd ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് തന്നിട്ടുള്ള ആൾക്കാരെ ഞാൻ ആദ്യം തന്നെ ഇവിടെ എഴുതി വെക്കാൻ പോവാണ്. എനിക്ക് എന്തൊക്കെയാണ് മക്കളെ തന്നിട്ടുള്ളത്? 5ാം പദം 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ x5 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാടാ എനിക്ക് 10 എന്നും, അതുപോലെ x11 ഈസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ 30 ആണെന്നും പറഞ്ഞിട്ട് എഴുതാം. എഴുതിക്കൂടെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോടാ x5ന്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാടാ മക്കളെ, എത്ര ഡി കൂട്ടിയാലാണ് x11 കിട്ടുക? x5ന്റെ കൂടെ ഒരു ഡി കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6th ടേം ആയി, ഒരു ഡി കൂടി കൂട്ടി കഴിഞ്ഞാൽ 7th ടേം. അപ്പൊ അങ്ങനെ എത്രയാണ്? 11 - 5 6 അല്ലേ വരിക. 6 ഡി ആഡ് ചെയ്യുമ്പോഴാണ് മക്കളെ ഇതിന്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്യുമ്പോഴാണ് പറഞ്ഞത്? 6 ഡി ആഡ് ചെയ്യുന്ന സമയത്താണ് മക്കളെ എന്തായിട്ട് വരുന്നത്? 11 വരിക. അപ്പൊ ഇതാ നോക്കി ഞാനിവിടെ എഴുതാൻ പോവാണ്. അതായത് 10 + 6d ഈസ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും ഇല്ലേ? എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ ഇതിൽ നിന്ന് 6d ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം മക്കളെ 30 - 10 ഈസ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞിട്ട് വരും. അങ്ങനെയാണെങ്കിൽ d ഈസ് ഈക്വൽ ടു എന്താണ് മക്കളെ വരിക? 20/6. ഇതാണ് മക്കളെ ഈ ഒരു സമാന്തര ശ്രേണിയുടെ എന്തെന്ന് പറയുന്നത്? ഡി എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് മക്കളെ? 23rd ടേം ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 23rd ടേം ആണ് ഇല്ലേ? അതായത് x11 എന്ന് പറയുന്ന ടേം എനിക്ക് തന്നിട്ടുണ്ട്. x11ന്റെ കൂടെ എത്ര ഡി കൂട്ടിയാലാണ് മക്കളെ 23 ആവുക? 11ന്റെ കൂടെ എത്ര ഡി കൂട്ടി കഴിഞ്ഞാലാണ് മക്കളെ 11ന്റെ കൂടെ എത്ര കൂട്ടിയാലാ 23 ആവുക? 12 അല്ലേ? അപ്പൊ 11ാമത്തെ ടേമിന്റെ കൂടെ 12 ഡി ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്ന പറയണത്? 23rd ടേം കിട്ടില്ലേ? അപ്പൊ x11 എന്ന് പറയണതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാണ്? x11 ഓൾറെഡി എന്താണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടോ മക്കളെ? 30 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. 30 പ്ലസ് എന്തായിരിക്കും വരിക? 30 പ്ലസ് എന്തായിരിക്കും വരിക? 12 ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ 12 ഇൻറ്റു ഡി ഓൾറെഡി ഞാനിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ മക്കളെ. എന്താ വരുന്നത്? 20/6 അല്ലേ വരുന്നത്. അപ്പൊ ഈ ഒരു 12 ഈ ഒരു ഭാഗത്തിന് ഞാൻ ആദ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് മക്കളെ വരിക? 6 1 6 are 6, 12 2 6 are 12 ഇങ്ങനെയല്ലേ വരിക. അപ്പൊ എനിക്ക് ഇവിടെ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാടാ മക്കളെ? ഈസ് ഈക്വൽ ടു 30 പ്ലസ് 2 ഇൻറ്റു 20 എത്രയാണോ മക്കളെ വരിക? 40 അല്ലേ വരിക. 30 പ്ലസ് 40 ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും വരിക? 70 ആയിരിക്കും വരിക. 23rd ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക? 70 ആയിരിക്കും വരിക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ഈ ശ്രേണിയുടെ ആദ്യത്തെ 27 പദങ്ങളുടെ തുക കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന് നമ്മൾ ഇവിടെ എങ്ങനെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? S27 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? S27 അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം SN കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് അറിയാം മക്കളെ. SN ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത്? n/2 ഇൻറ്റു
x1 പ്ലസ് xn ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ S27 ഈസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞതാണ് മക്കളെ എനിക്ക് 27/2 ഇൻറ്റു x1 പ്ലസ് എന്തെന്ന് പറഞ്ഞതാണ് മക്കളെ x27 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്തുകൊണ്ട് എഴുതാണ് മക്കളെ? S27 ഈസ് ഈക്വൽ ടു 27/2 ഇൻറ്റു x1 പ്ലസ് x27 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഴുതി കൂടെ? ഇനി ഞാൻ കഴിഞ്ഞ ആ ഒരു സെറ്റ് പേപ്പർ ആൻസർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീക്വൻസിന്റെ പ്രത്യേകതയാണ് x1 പ്ലസ് x27 എന്ന് പറയണതും അതുപോലെ x1 കഴിഞ്ഞാൽ അതിന് തൊട്ടുപുറത്ത് എടുക്കുന്ന നമ്പർ ആരാണ് മക്കളെ? x2 അല്ലേ വരുന്നത്. 27 തൊട്ടുപുറത്ത് എടുക്കുന്ന ആരാണ് മക്കളെ? 26 അല്ലേ? x2 പ്ലസ് 26 എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതുപോലെ x3 പ്ലസ് x3 പ്ലസ് x25 ഈ പെയേഴ്സിന്റെ ഒക്കെ ആൻസർ എന്തായിരിക്കും എന്നാണ് മക്കളെ പറയുന്നത്. ഇതിന്റെ എല്ലാറ്റിന്റെയും ആൻസർ എന്തായിരിക്കും എന്നാണ് പറയുന്നത്? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 28 കിട്ടുന്ന പെയേഴ്സ് നോക്കിയാൽ മതി. ഓൾറെഡി x5 എനിക്കറിയാം ഇല്ലേ? ഓൾറെഡി ചോദ്യത്തിൽ x5 തന്നിട്ടുണ്ട്. പ്ലസ് x23 എത്രയാണ് മക്കളെ വരിക? 5 പ്ലസ് 23 എത്രയാണ് വരുന്നത്? 28 അല്ലേ വരുന്നത്. അപ്പോ x1 പ്ലസ് x27 എന്ന് പറയുന്നതും ഈ x5 പ്ലസ് x23 എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് മക്കളെ പറയുന്നത്? x5 പ്ലസ് x23 എന്ന് പറയുന്നതും x1 പ്ലസ് x27 എന്ന് പറയുന്നത് എന്തായിരിക്കും എന്നാണ് മക്കളെ പറയുന്നത്? സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഈ x1 പ്ലസ് 27 എന്നുള്ളതിന് പകരം എന്തെന്ന് കണ്ടു കൊടുക്കണം മക്കളെ? എനിക്ക് x5 പ്ലസ് x23 എന്ന് കണ്ടു കൊടുത്തൂടെ? അപ്പൊ അതാ ഞാനിവിടെ ആൻസർ ആയിട്ട് എന്തുകൊണ്ട് എഴുതാൻ പോടാ? 27/2 ഇൻറ്റു x1 പകരം എന്ത് കൊടുത്തുവിടാ മക്കളെ? x5 പ്ലസ് x27 പകരം മക്കളെ x23 എന്നും പറഞ്ഞിട്ട് ആഡ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 27/2 ഇൻറ്റു x5 ഓൾറെഡി എന്താണെന്ന് എനിക്കറിയാടാ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ x5 പകരം ഞാൻ എന്ത് കൊടുത്തു മക്കളെ? 10 കൊടുത്തു. പ്ലസ് x23 ഞാൻ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ട് 70 ആണെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 70 എന്നും കണ്ടു കൊടുക്കാണ്. അപ്പൊ എനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാം മക്കളെ? 27/2 ഇൻറ്റു 10 പ്ലസ് 70 എത്രയാണ് മക്കളെ വരിക? 80 അല്ലേ വരിക. അപ്പൊ ദാ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എത്രയായിരിക്കും മക്കളെ വരിക? 40 അല്ലേ? 2 2 ഒരു വട്ടം 80 2 40 ടൈംസ് ആണ് വരിക. അപ്പൊ ഇവിടെ ആൻസർ എത്രയായിരിക്കും മക്കളെ വരിക? 27 ഇൻറ്റു 40 ആണ് വരിക. 27 ഇൻറ്റു 40 ആണ് വരിക. 27 ഇൻറ്റു 40 എത്രയായിരിക്കും മക്കളെ വരിക? എത്രയായിരിക്കും 27 ഇൻറ്റു 40 എത്രയായിരിക്കും വരിക? അപ്പൊ 27 ഇൻറ്റു 40 നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ എന്തായിട്ട് വരും മക്കളെ? 1080 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതായത് 27 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക? 1080 ആയിരിക്കും വരിക. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം എന്താണ് മക്കളെ? ദ സം ഓഫ് 7th ടേം ആൻഡ് 15th ടേം ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 50 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 7ാം പദത്തിന്റെയും 15ാം പദത്തിന്റെയും തുക 50 ആണെന്നാണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഇവിടെ തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? x7 പ്ലസ് x15 എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാ മക്കളെ? 50 ആണെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട് ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ x8 പ്ലസ് x14 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 50 ആയിരിക്കും വരിക. അതുപോലെ x9 പ്ലസ് x13 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ? 50 ആയിരിക്കും വരിക. അതുപോലെ x10 പ്ലസ് x12 എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? എല്ലാവരും എന്തായിരിക്കും വരിക? 50 ആയിരിക്കും വരിക. ഇനി നമുക്കറിയാം ഒരു സമാന്തര ശ്രേണിയിൽ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിലെ തുടർച്ചയായിട്ടുള്ള 3 പദങ്ങളാണ് a, b, c എന്നുണ്ടെങ്കിൽ ഈ സെന്ററിലുള്ള b ഈസ് ഈക്വൽ ടു എനിക്ക് എന്തുകൊണ്ട് കൊണ്ട് എഴുതാടാ മക്കളെ? a പ്ലസ് c/2 എന്ന് പറഞ്ഞിട്ട് എഴുതാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കിയടാ, നമ്മുടെ ഇവിടെ 3 ടേമുകളാണ്. x10 വരുന്നുണ്ട്, പിന്നെന്താടാ മക്കളെ വരുന്നത്? x11 വരുന്നുണ്ട്, x12 പിന്നെ 3 ടേമുകളല്ലേ വരുന്നത്. അപ്പൊ ഇതില് എനിക്ക് x11 ഈസ് ഈക്വൽ ടു എന്ന് കൊണ്ട് എഴുതാടാ മക്കളെ? x11 ഈസ് ഈക്വൽ ടു എന്ന് കൊണ്ട് എഴുതാം. നീ പറഞ്ഞതുപോലെയാണെങ്കിൽ x10 പ്ലസ് x12 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൂടെ? പറ്റത്തില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ x10 പ്ലസ് x12 ഓൾറെഡി എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മക്കളെ? 50 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടിയടാ മക്കളെ? 25 ആണെന്ന് കിട്ടി. അതായത് ഈ ഒരു സമാന്തര ശ്രേണിയിലെ 11ാം പദം എന്ന് പറയുന്നത് എത്രയാണോ മക്കളെ വരിക? 25 ആണ് വരിക. ഇനി അടുത്തത് ഈ ഒരു ചോദ്യത്തിലെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് സച്ച് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 3
വാട്ട് ഈസ് ദ 13th ടേം, വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 25 ടേംസ്. അതായത് സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 13ാമത്തെ പദവും 25 പദങ്ങളുടെ തുകയാണ് ആ മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതാ ഈ ഒരു ചോദ്യത്തില് തന്നിട്ടുള്ള കാര്യങ്ങളെ ഞാനിതാ ഇവിടെ എഴുതി വയ്ക്കാൻ പോവാണ്. അതായത് ഓൾറെഡി എനിക്ക് x11 എന്താണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടോ മക്കളെ, 25 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ പറയുന്നത് എന്താണ്, d ഈസ് ഈക്വൽ ടു 3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ x13 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ x13 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്താണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, s25 കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 25 പദങ്ങളുടെ തുകയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം, അതായത് 13th ടേം എന്ന് പറയുമ്പോൾ 11th ടേമിന്റെ കൂടെ എത്ര ഡി ആഡ് ചെയ്താൽ മതി ഇവിടെ മക്കളെ, 11ന്റെ കൂടെ എത്ര ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 13 ആയിട്ട് മാറുക, 11ന്റെ കൂടെ എത്ര ആഡ് ചെയ്താലാ 13 ആവുക, 2 അല്ലേ. അപ്പൊ x11ന്റെ കൂടെ 2d ആൻസർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, x13 കിട്ടും. അപ്പൊ x11 ഓൾറെഡി എന്താണെന്ന് അറിയാം, എനിക്ക് 25 ആണെന്ന് അറിയാം. അതിന്റെ കൂടെ 2d എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക, 2 into 3 അല്ലേ വരിക. അപ്പൊ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാണ് മക്കളെ, എനിക്ക് 25 + 2 into 3 എത്രയാ വരിക, 6 ഈസ് ഈക്വൽ ടു 31 കൊണ്ട് കിട്ടും. അതായത് 13th ടേം എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക, 31 ആണ് വരിക. ഇനി അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് 25 ടേമിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എത്ര ടേമിന്റെ സമ്മാണ് മക്കളെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, 25 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു, നമ്മുടെ ടേമിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ളത് ഒരു ഓഡ് നമ്പേഴ്സിന്റെ എണ്ണാണെങ്കിൽ, അതായത് ഒറ്റ സംഖ്യ ആണെങ്കിൽ മിഡിൽ ടേം കൊണ്ട് നമ്പർ ഓഫ് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് അറിയാം ഇല്ലേ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സമ്മ് കണ്ടുപിടിക്കാനുള്ള ഈ ഒരാള് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യ ആണ് എന്നുണ്ടെങ്കിൽ, ഒറ്റ സംഖ്യ ആണോ ഇവിടെ, അല്ലെ 25 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ അല്ലടാ വരുന്നത്. അപ്പോ ഈ ഒരു സീക്വൻസിന്റെ മിഡിൽ ടേം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മധ്യപദം കണ്ടുപിടിക്കുകയാണ്. അപ്പോ 25ന്റെ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക, 25 + 1 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്ന് കൊണ്ടുവിട്ടൂടാ മക്കളെ, 26 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക, 13 ആണ് വരിക. അപ്പൊ ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരിക, 13 ആണ് വരിക. ആ 13th ടേമിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാ പറയണത്, 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാ പറയണത്. 13th ടേമിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നാ പറയണത്, 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് പറയണത്. അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ എന്നോട് എഴുതാണ് 13th ടേം ഓൾറെഡി എന്താണെന്ന് അറിയാം, എനിക്ക് 31 ആണ്. 31 into 25 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക, നമ്മൾ ചെയ്യുമ്പോൾ എത്രയാണ് മക്കളെ വരിക, 31 into 25 ഈസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ വരിക, 775 ആണ് വരിക, 775. ഇതാണ് മക്കളെ 25 പദങ്ങളുടെ തുക എന്ന് പറയുന്നത്. എത്രയായിരിക്കും വരിക, 775 ആയിരിക്കും വരിക. 75 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 775 ആയിരിക്കും വരിക. അപ്പൊ ഈ ഒരു കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കുക. എന്താണ് മക്കളെ ഞാൻ പറഞ്ഞത്, അതായത് ഇവിടെയുള്ള ആള് മിഡിൽ സമ്മ് കണ്ടുപിടിക്കാനുള്ള ആള് ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവുകയാണെങ്കിൽ എന്താണ് മക്കളെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, a person is asked to say a 2-digit number which is a multiple of 3. അതായത് ഒരു ആളോട് 3ന്റെ ഗുണിതമായ ഒരു രണ്ടക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുകയാണ് മക്കളെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് എന്താ പറയാ, എത്ര ഈ ആദ്യം തന്നെ ഞാൻ കണ്ടുപിടിക്കേണ്ടത് എന്താ, ഈ ഒരു ചോദ്യം കേട്ട വഴിക്ക് എനിക്ക് അറിയേണ്ട കാര്യം എന്താ, കണ്ടപ്പോ തന്നെ മനസ്സിലായി ഇത് പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റൻ ആണ് അല്ലേ, സാധ്യതകളുടെ ഘടകത്തിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ രണ്ടക്ക സംഖ്യകളില് 3ന്റെ ഗുണിതം എത്ര ആൾക്കാർ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അറിയണം, ആദ്യം തന്നെ അറിയണം. അപ്പൊ എനിക്കറിയാം ഈ രണ്ടക്ക സംഖ്യ തുടങ്ങുന്നത് എവിടെ തൊട്ടിട്ടാണ് മക്കളെ, 10 മുതൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് 99 വരെയുള്ള ആൾക്കാരില് എത്ര പേര് വരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പൊ എനിക്കറിയാം ഇവിടെ എത്രയാണ് മക്കളെ വരുന്നത്, 4 into 3 എത്രയാ വരിക, 12 ആണ് വരിക. 3 into 3 എത്രയാ വരിക, 9 അല്ലേ വരിക, അത് ഒറ്റ സംഖ്യയിലെ വരിക. 4 into 3 12ലാണ് തുടങ്ങുന്നത്. അതുപോലെ 33 into 3 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക, 99 ആണ് വരുന്നത്. അതായത് 33ാമത്തെ മൾട്ടിപ്പിൾ ആണ് ആര് എന്ന് പറയുന്നത്, 99 എന്ന് പറയുന്നത്. 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 12 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ആര് കുറഞ്ഞു പോകണ മക്കളെ, ഇവിടെ ഓൾറെഡി 3 പേര് ഇവിടെ
തുടർച്ചയായിട്ട് വരുന്ന 33ാമത്തെ ആളല്ലേ വരുന്നത്. അതില് 3 ഇവിടെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പൊ 33-ൽ നിന്ന് 3 പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മുതൽ 99 വരെ എത്ര പേരാണ് ആ മക്കളെ ഉണ്ടാവുക? 30 പേരാണ് ഉണ്ടാവുക. എത്ര പേരാണ് ഉണ്ടാവുക? 30 പേരാണ് ഉണ്ടാവുക. 3ന്റെ ഗുണിതമായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് എത്ര ആൾക്കാരായിരിക്കും പറയുന്നത്? 30 പേരാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഈ സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാലോടാ, ഈ മൾട്ടിപ്പിൾ എഴുതുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്നത്? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആൾ എത്രയാണ് വരുന്നത്? 12 വരുന്നത്. പിന്നത്തെ ആൾ എത്രയായിരിക്കും മക്കളെ വരിക? 15. പിന്നത്തെ ആൾ എത്രയായിരിക്കും വരിക? 18. പിന്നത്തെ ആൾ എത്രയായിരിക്കും വരിക? 18 കൂടെ 3 കൂടെ കഴിയുമ്പോൾ 21, 24, 27. ഇങ്ങനെയല്ലടാ മക്കളെ പോവാ? ഇനിയല്ലേ പോവാ? ഉറപ്പല്ലേ? അപ്പൊ ദാ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈ സംഖ്യ ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യത ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ വരിക? 12, 15, 18, 21 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എത്ര വരെ പോകണം മക്കളെ? 99 വരെ പോകും ഇല്ലേ? അപ്പൊ ഇവിടെ ആകെ എനിക്കറിയാം 30 പേരാണ് മൊത്തം ഉള്ളത് എന്നറിയാം. എനിക്ക് എത്ര പേരാണുള്ളത് എന്നറിയാം? 30 പേരാണുള്ളത് എന്നറിയാം. അപ്പൊ ആദ്യം തന്നെ അതിന് എനിക്ക് എവിടെ കൊണ്ടുപോയിടാം? ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയിടാം. ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ, ഡിനോമിനേറ്ററിൽ കൊണ്ടുപോയിടാം. ഇനി അടുത്തത് ഇവിടെ എന്താണ് ആ മക്കളെ വരുന്നത്? ഒറ്റ സംഖ്യ ആവാനുള്ളത് എന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കിയേ, ആദ്യത്തെ ആള് ഇരട്ട സംഖ്യയാണ്, പിന്നത്തെ ആൾ ഒറ്റ സംഖ്യയാണ്, പിന്നെ വീണ്ടും എന്താണ് വരുന്നത്? ഇരട്ട സംഖ്യയാണ്, പിന്നെ വീണ്ടും ഒറ്റ സംഖ്യയാണ് വരുന്നത്. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയി ചെയ്യാം. അപ്പൊ ഇതില് മൊത്തം 30 പേരുണ്ടെങ്കിൽ അതില് 15 പേരെന്തായിരിക്കും മക്കളെ? ഒറ്റ സംഖ്യയും 15 പേര് എത്രയായിരിക്കും വരിക? ഇരട്ട സംഖ്യ ആയിരിക്കും വരിക. നമ്മളോട് ഇവിടെ ചോദിച്ചുള്ളത് എന്താണ്? ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പർ ആവാനുള്ളതല്ലടാ അല്ലേ? അപ്പൊ ഈ 30നെ എങ്ങനെയാണ് മക്കളെ ഡിവൈഡ് ചെയ്യുക? 15 ഓഡ് നമ്പേഴ്സും അതുപോലെ 15 ഇവൺ നമ്പേഴ്സും ആയിട്ടാണ് നമ്മൾ ഇവര് ഡിവൈഡ് ചെയ്യേണ്ടാവുക. അപ്പൊ ഇതില് നമുക്ക് ആവശ്യമുള്ളത് ഓഡ് നമ്പർ ആവാനുള്ള ആൾക്കാരെല്ലാം ആവശ്യമുള്ളത്. എത്ര പേരാണ് മക്കളെ വരിക? 15 അല്ലേ വരിക. അപ്പൊ 15 × 1 15 ആണ്. 30 × 30 15 എത്ര തൊട്ടാണ് മക്കളെ? 2 ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 1/2 ആയിരിക്കും വരിക. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ വരിക? 1/2 ആയിരിക്കും വരിക. പ്രോബബിലിറ്റി 1/2 ആയിരിക്കും വരിക. അടുത്തത് നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ 15/30 എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് തരണമെന്നില്ല. എപ്പോഴും നമ്മൾ പ്രോബബിലിറ്റി എഴുതുന്ന സമയത്ത് വെട്ടിച്ചെറുതാക്കിയിട്ട് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആ ഒരു റേഷ്യോ തന്നെ എഴുതി കഴിഞ്ഞാലാണ് ഫുൾ മാർക്ക് കിട്ടുള്ളൂടാ മക്കളെ. അപ്പൊ പരമാവധി അത് വെട്ടിച്ചെറുതാക്കിയിട്ട് എഴുതാനുള്ള ഒരു ശ്രമം ഉണ്ടാവുക. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഈ സംഖ്യ അതിനി ഒരു കാര്യം പറയാൻ മറന്നു. ഇനി ഇത് ഈ പറഞ്ഞ കാര്യം ഓക്കെ ആയില്ല, നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങൾ മാത്സ് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് നോക്കിയടാ, ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? മൊത്തം എത്ര ആൾക്കാരാണ്? 12 മുതൽ 99 വരെയുള്ള ആൾക്കാർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഈ ഒരു രീതിനെ പ്രോത്സാഹിപ്പിക്കില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണോണ്ട് ഞാൻ കുഴപ്പം പറയണില്ല. ഇതാ ഇവിടെ എത്ര പേരാണുള്ളത് മക്കളെ? 30 പേരല്ലേ ഉള്ളത്. ഇതിന്റെ ഉള്ളിൽ ഇതാ നോക്കി നോക്കിയേ, ആരൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കി നോക്കിയേ. അതായത് ഒറ്റ സംഖ്യ ആയിട്ട് വരുന്ന ആൾക്കാർ എത്ര ആൾക്കാരാടാ? 1, അതുപോലെ 2, പിന്നെ 3, 4, 5, 6, 7, 8, 9, 10, 13, 11, 12, 13, 14, 15 പേര് അല്ലേ? അപ്പൊ ഇതിന്ന് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാടാ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് 15/30 വെട്ടിച്ചെറുതാക്കുമ്പോ എന്ന് പറഞ്ഞിട്ടാ ഒരു 15, 15, 2, 15, 30 1/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യണോണ്ട് ഞാൻ കുഴപ്പമൊന്നും പറയണില്ല കേട്ടോ. അത് നിങ്ങളുടെ യുക്തി പോലെ ചെയ്യാം. നിങ്ങൾക്ക് അതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ എന്താ പറയാ, അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ആൻസർ കറക്റ്റ് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങളെ സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വളരെ സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ലോജിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യമുള്ളൂ. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? അതിലെ രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ഈ സംഖ്യ 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കറിയാം ഇവിടെ ഈ ഒരു പ്രോബബിലിറ്റി കാണുമ്പോൾ മൊത്തം എത്ര ആൾക്കാരാണുള്ളത്? 30 പേരാണുള്ളത്. ഇനി ഇതില് 6ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്ന് പറയുമ്പോ ആരൊക്കെയാണോ മക്കളെ വരാൻ സാധ്യത എന്ന് പറയുന്നത്? ആദ്യത്തെ ആളാരായിരിക്കും വരിക? 12. പിന്നത്തെ ആളാരായിരിക്കും വരികയാണോ മക്കളെ? പിന്നത്തെ ആളാരായിരിക്കും വരിക? 18. ഇല്ലേ? ഇങ്ങനെയല്ലേ വരിക? ഇങ്ങനെയല്ലേ വരിക? ഉറപ്പല്ലേ? അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഈ പോകുമ്പോ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, അതായത് ഇവിടെ നേരത്തെ എഴുതിയപ്പോ ആരൊക്കെയാണോ മക്കളെ എഴുതിയത് എന്ന് പറയുന്നത്? 12, അതുപോലെ 15, 18, പിന്നെ എത്രയായിരുന്നു വന്നത്?
12, 15, 18, പിന്നെ അതുപോലെ 21, പിന്നെ അടുത്ത എത്രയാ വരുന്നത് 24, അതുപോലെ 27, പിന്നെ അടുത്ത എത്രയാ വരുന്നത് മക്കളെ 30, പിന്നെ താഴെ എത്രയായിരിക്കും വരിക 33, 36, ഇങ്ങനെയല്ലേ പോകുന്നത്. ഇതല്ലേ 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. അതില് 6ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ മക്കളെ വരുന്നത്? ഈ 12 ഇവിടെ വരും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാ വരുന്നത് 18 ആണ് വരുന്നത്. പിന്നെ താഴെ എത്രയാണ് വരിക മക്കളെ വരുന്നത് 24 ആണ് വരിക. പിന്നെ താഴെ എത്രയായിരിക്കും വരിക 30, പിന്നെ ആൾക്കാർ എത്രയായിരിക്കും വരിക 36, ഇങ്ങനെയല്ലേ വരുന്നത്. അതായത് ഓരോ 2 എണ്ണം കൂടുമ്പോഴും എന്ത് വരും? 2 എണ്ണം കൂടുമ്പോഴും, അതായത് ആദ്യത്തെ ആള് 12 ആയിരുന്നു, പിന്നത്തെ ആള് എന്ന് പറയുന്നത് എത്രയാണ് ഓരോ രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് ഈ ഒരു ഇതിലെ രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് 12 കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ എന്തായിരുന്നു ഇവിടെ മക്കളെ വീണ്ടും 6ന്റെ ഗുണിതമായിട്ട് വന്നു. പിന്നെയോ വീണ്ടും രണ്ടാമത്തെ ആൾ എന്തായിട്ട് വന്നു ഇവിടെ മക്കളെ 2ന്റെ ഗുണിതമായിട്ട് വന്നു. വീണ്ടും രണ്ടാമത്തെ ആൾ എന്തായിട്ട് വന്നു 6ന്റെ ഗുണിതമായിട്ട് വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എത്ര പേരാണ് ആ മക്കളെ വരിക എന്ന് പറയുന്നത്? എത്ര പേരാണ് ഇവിടെ വരാൻ സാധ്യതയുള്ളത്? നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ വരുന്ന ആ ഒരു ഇരട്ട സംഖ്യകൾ മുഴുവൻ എന്തായിരിക്കും ആ മക്കളെ 6ന്റെ ഗുണിതങ്ങളായിരിക്കും. ഇരട്ട സംഖ്യകൾ മുഴുവൻ നേരത്തെ ഞാൻ പറഞ്ഞു ഒന്നിടവിട്ട് ഒറ്റ സംഖ്യകളാണ് വരുന്നത് പറഞ്ഞു. ഇവിടെ ഒന്നിടവിട്ട് വരുന്ന എല്ലാ ഇരട്ട സംഖ്യകളും തന്നെ എന്തായിരിക്കും ആ മക്കളെ ഇതിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ എത്ര പേരായിരിക്കും വരിക? മൊത്തം 15 പേരല്ലേ വരിക അല്ലേ? 30നെ 2 ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുന്നതല്ലേ പറയുന്നത്. മൊത്തം 30 പേരില് 15 ആൾക്കാര് ഓടും, അതുപോലെ 15 പേര് ഇവിടെ ആണെന്നല്ലേ പറഞ്ഞത് ഞാൻ. അതിൽ ഇരട്ട സംഖ്യകൾ മുഴുവൻ ആരാണ് ആ മക്കളെ വരുന്നത്? 6ന്റെ ഗുണിതങ്ങളല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 6ന്റെ ഗുണിതത്തിലുള്ള ആൾക്കാർ എത്രയാ വരിക? 15 അല്ലേ വരിക. വെട്ടി ചെറുതാക്കുമ്പോൾ എത്രയാണ് വരിക? 115, 15, 2 into 15, 30 ആണ് വരിക. 1/2 എന്ന് പറഞ്ഞിട്ട് ആൻസർ വരും. 1/2 എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ദെൻ അടുത്തത് ഇതിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ മക്കളെ വരിക? ഇല്ല, ഇവിടെ 6ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഈ ഒരു ആദ്യത്തെ കുറച്ച് ആൾക്കാർ ചെയ്യുമ്പോൾ തന്നെ മക്കൾക്ക് മനസ്സിലാവും. 12 കഴിഞ്ഞാൽ 2, 6, 12, 3, 18, 4, 6, 24, 5, 6, 30 എന്നുകൊണ്ട് വരുമ്പോ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും കറക്റ്റ് എത്ര പേരാണ് വരുന്നത്? 15 പേരാണ് വരുന്നത്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 15/30 സമം എന്തുകൊണ്ട് കിട്ടും മക്കളെ? 1/2 എന്നുകൊണ്ട് കിട്ടും. ഇതിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുഴപ്പമൊന്നും പറയണില്ല, പക്ഷെ എപ്പോഴും ഞാൻ പറയുന്നു ആദ്യത്തെ മെത്തേഡാണ് നല്ലത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിലെ 3ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ സംഖ്യ 9ന്റെ ഗുണിതമാവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു സംഖ്യ 9ന്റെ ഗുണിതമാവാനുള്ള സാധ്യത ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്കിതാ ഇവിടെ അറിയാം, ഞാനിവിടെ നോക്കാൻ പോവാണ്. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ന്റെ ഗുണിതം ആദ്യം എഴുതി അല്ലേ? ഏതൊക്കെയാണ് നമ്മളാണ് വന്നിട്ടുണ്ടായിരുന്നത്? 12, പിന്നെ ആരാണ് മക്കളെ വന്നിട്ടുണ്ടായിരുന്നത്? 15, പിന്നെ അടുത്ത ആളാരാ വരുന്നത്? 18, പിന്നെ 21, 24, 27, 30, ഇങ്ങനെ പോകുന്ന ആൾക്കാരില്ലേ? നമ്മൾക്ക് നേരത്തെയും ഇതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. 12, 15, 18, 21, 24, 27, 30 ഇവരാണ് നമ്മുടെ 3ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയാടാ മക്കളെ, ആ 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേരെ കൂടി ഞാനിവിടെ എഴുതി വെച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 33, 36, 39, പിന്നെ എത്രയാണ് മക്കളെ വരിക? 42, 45, ഇങ്ങനെയാണ് പോവുക അല്ലേ? അപ്പൊ അതില് നമുക്കറിയാം 1, 9, 9, 2, 9 എത്രയാണ് മക്കളെ വരുന്നത്? 18, 3, 9 എത്രയാണ് മക്കളെ വരുന്നത്? 27, 4, 9 എത്രയാണ് വരുന്നത്? 36, 5, 9 എത്രയാണ് വരുന്നത്? 45 ഇല്ലേ? ഇവിടെ നോക്കിയേ, ആദ്യത്തെ അതായത് 3 പേര് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യണല്ലേ? അതായത് ഇവിടെ 3ാമത്തെ ആളായിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 1, 2, 3ാമത്തെ ആളായിട്ട് വീണ്ടും, അതായത് 3ാമത്തെ ആളായിട്ട് വീണ്ടും വന്നു. വീണ്ടും 3ാമത്തെ ആളായിട്ട് ആര് വന്നുകൂടാ മക്കളെ? 3ാമത്തെ ആളായിട്ട് ആര് വന്നു? 9ന്റെ മൾട്ടിപ്പിൾ വന്നു. വീണ്ടും 3ാമത്തെ ആളായിട്ട് ആര് വന്നുകൂടാ? 9ന്റെ മൾട്ടിപ്പിൾ വന്നു. അപ്പൊ ഇവിടെ മൊത്തം എത്ര ആൾക്കാർ? ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടെന്ന് പറയുന്നത്? 30 പേരല്ലേ? ആ 30 പേരില് 3 എണ്ണം കൂടുമ്പോ എത്ര ആൾക്കാർ വരുന്നുണ്ടാ? 9ന്റെ മൾട്ടിപ്പിൾ അല്ലേ വരുന്നത്. അപ്പൊ ഇവിടെ മൊത്തം 9ന്റെ മൾട്ടിപ്പിൾ എത്ര എണ്ണാണ് ആ മക്കളെ വരാൻ സാധ്യതയുള്ളത്? 10 എണ്ണാണ് വരാൻ സാധ്യതയുള്ളത്. മൊത്തം ഇവിടെ എത്ര പേരാണുള്ളത്? 30 പേരല്ലേ ഉള്ളത്. അതിൽ 10 എണ്ണം എന്തായിരിക്കും വരിക?
9ന്റെ ഗുണിതങ്ങളായിരിക്കും വരിക. ഇനി അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് നോക്കിയാലും കുഴപ്പമില്ല. 9ന്റെ ഗുണിതങ്ങൾ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തൊട്ടിട്ട് എവിടെയാണ് തുടങ്ങുന്നത്? 1 × 9 എത്രയാ വരിക? 9 ആണ് വരിക. അതുപോലെ 10 × 9 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 90 ആണ് വരിക. അതുപോലെ 11 × 9 എന്ന് പറയുമ്പോൾ 99 ആണ് വരിക. അതായത് 100ന്റെ താഴെ വരുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ 11 ഗുണിതങ്ങളാണ് വരുന്നത്, 11 ആൾക്കാരാണ് വരുന്നത്. അതില് ഈ 1 × 9 നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒറ്റ സംഖ്യയാണ്. അപ്പൊ ആ 11ന്ന് 1 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര പേരാണ് വരുന്നത്? 10 പേരല്ലേ വരുന്നത്. അങ്ങനെ നോക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതാ 10 / 30. ഈ 0 വെട്ടിപ്പോകുമ്പോൾ എന്തുകൊണ്ട് കിട്ടണം മക്കളെ? എനിക്ക് 1/3 കിട്ടും. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ ആ ഒരു രീതി ഉപയോഗിച്ചിട്ട് ചെയ്യാം. അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ അടുത്തത് ഈ ഒരു ചോദ്യം തന്നെ ഇപ്പൊ ഇവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം മക്കളെ? ഞാൻ ഇവിടെ ഗ്രീനോട് മാർക്ക് ചെയ്യണതാണെങ്കിൽ ആദ്യത്തെ ആൾ ആരാ വരിക? 18. പിന്നെ താൾ ആരാ വരിക? 27. പിന്നെ താൾ ആരാ വരിക? 36. പിന്നെ അടുത്തത് വരുന്നത് 45. പിന്നെ അടുത്ത് വരുന്നത് 54. പിന്നെ 63. പിന്നെ എത്രയാണ് മക്കളെ വരിക? 72. പിന്നെ എത്രയാ വരിക? 81. പിന്നെ 90, 99. എത്ര ആൾക്കാരല്ലേ വരുന്നത്? അപ്പൊ ഇവിടെ എത്ര പേരാ വരുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10/30 കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 0 വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1/3 കൊണ്ട് കിട്ടും. ഇതിൽ ഏത് രീതി ചെയ്താലും കുഴപ്പമില്ലടാ മക്കളെ. നിങ്ങൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരൊറ്റ വട്ടം കേട്ടോണ്ട് തന്നെ മക്കൾക്ക് മനസ്സിലാവണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ വീഡിയോയിൽ ഈ ഒരു ഭാഗം മാത്രം റിപ്പീറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം അടുത്ത ചോദ്യത്തിലോട്ട് പോയാൽ മതിയടാ മക്കളെ. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റിലോട്ട് പോയാലോ മക്കളെ? Each of 2 boxes contain slips of paper with numbers 1 to 10 written on them. If one slip is taken from each box, what is the probability that the product of number is a prime number? And what is the probability that the product of number is power of 2? അല്ലേ? ചോദ്യത്തിൽ പറഞ്ഞ 2 പെട്ടികളുണ്ട്. ഓരോന്നിലും 1 മുതൽ 10 വരെയുള്ള എണ്ണൽസംഖ്യകൾ എഴുതിയിട്ടുള്ള 10 കടലാസ് കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് ഓരോ കടലാസ് കഷ്ണം വീതം എടുത്താൽ അവയുടെ ഗുണനഫലം ഭാജ്യസംഖ്യ ആവാനുള്ള സാധ്യതയും അതുപോലെ ഗുണനഫലം 2ന്റെ കൃതി ആവാനുള്ള സാധ്യതയാണ് മക്കളെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ചോദ്യത്തില് ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്? 2 ബോക്സ് ഉണ്ട്. ആദ്യത്തെ ബോക്സിൽ 10 സ്ലിപ്പ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ എത്ര സ്ലിപ്പ് ഉണ്ട് മക്കളെ? 10 സ്ലിപ്പ് ഉണ്ട്. അപ്പൊ മൊത്തം എനിക്ക് എത്ര രീതിയിൽ പെയേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ? ഇവിടുന്ന് 10ഉം ഇവിടുന്ന് 10ഉം 10 × 10 എത്ര രീതിയിലാണ് മക്കളെ എടുക്കാൻ പറ്റുക? 100 ടൈംസ്, അതായത് 100 രീതിയിൽ 100 രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റുള്ളൂ? അപ്പൊ ഇവിടുന്ന് 1, ഇവിടുന്ന് 1 ആവാം, അല്ലെങ്കിൽ ഇവിടുന്ന് 1, 2 ആവാം, ഇവിടുന്ന് 1, 3 ആവാം, അതുപോലെ 2, 1, 2, 2, 2, 3 എന്നൊക്കെ കൊണ്ടുവരാം. അപ്പൊ അങ്ങനെ 100 രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 100 ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ് എന്ന് പറയുന്നത് 100 ആണ് വരുന്നത്. അപ്പൊ ആ ഒരു 100 എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. ഇനി ഇതിൽ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് എ നമ്പർ ഈസ് എ പ്രൈം നമ്പർ എന്നാണ്, അല്ലെങ്കിൽ അഭാജ്യസംഖ്യ ആവാനുള്ള സാധ്യത ചോദിച്ചത്. അപ്പൊ ആദ്യം തന്നെ എന്റെ മക്കൾക്ക് അഭാജ്യസംഖ്യ എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ പ്രൈം നമ്പർ എന്താണെന്ന് അറിയണം. എന്തൊക്കെയാണ് ആ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്? 2, 3, 5, 7, 11, അതുപോലെ 13, പിന്നെ വരുന്നത് 17, അതുപോലെ വരുന്നത് 19, 23. ഇങ്ങനെ പോകുന്ന ഈ ആൾക്കാരെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. ഇതെന്താ പ്രത്യേകത എന്ന് പറയുന്നത്? ആ നമ്പർ മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യസംഖ്യകൾ എന്ന് പറയാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെ ആ നമ്പർ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡിവിസിബിൾ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുന്ന സമയത്ത് ശിഷ്ടം 0 ആയിട്ട് വരിക. ഈ നമ്പറും അതുപോലെ 1 കൊണ്ട് ഹരിക്കുമ്പോൾ മാത്രമാണ് വരുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യസംഖ്യ എന്ന് പറയുക. ഇനി നമുക്കൊരു കാര്യം അറിയേണ്ടത് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ, എല്ലായ്പ്പോഴും എപ്പോഴാണ് മക്കളെ എന്തെന്നാ പറയുക? ഒരു അഭാജ്യസംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്രൈം നമ്പർ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മക്കളെ? 1നെ ഒരു പ്രൈം നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് വരുള്ളൂ? പ്രൈം നമ്പർ വരുള്ളൂ. ഇനി ഇവിടെ നമ്മൾക്ക് വരുന്ന ആവശ്യമുള്ള ആൾക്കാർ എന്ന് പറയുന്നത് ആര് മാത്രമാണ് മക്കളെ? 2, 3, 5, 7 എന്ന് പറയുന്ന ആൾക്കാരെ മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ. എന്താ കാരണം എന്ന് പറയുന്നത്? 11ഉം 13 ഒന്നും നമ്മുടെ ആ ഒരു സ്ലിപ്പിൽ ഉണ്ടാവോ? ഇല്ലല്ലോ. അപ്പൊ അതാ നോക്കിയടാ മക്കളെ, ഇവിടെ അതാ നോക്കിയേ, ഞാൻ 1ഉം 2ഉം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രൊഡക്റ്റ് എന്തായിരിക്കും വരിക? 1 × 2 എന്തായിരിക്കും വരിക? 1 × 2, 2 പ്രൈം നമ്പർ ആണ് വരിക. അല്ലെങ്കിൽ 2ഉം 1 വന്നു കഴിഞ്ഞാലും ഓക്കെയാണ്, അല്ലേ? 2,1 പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെയാണ്. അതുപോലെ 1, 3 വന്നാലും, അതുപോലെ 3,1 വന്നു കഴിഞ്ഞാലും 1 × 3ഉം 3 × 1 എന്താ മക്കളെ വരിക? 3 ആണ് വരിക, പ്രൈം നമ്പർ ആണ് വരിക. പിന്നെ അടുത്തത് 5ന്റെ കേസിലാവുമ്പോഴാണ് മക്കളെ
1,5 അതുപോലെ 5,1 എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പേഴ്സ് 1 into 5 5 into 1 എത്രയാ വരിക 5 അല്ലേ വരിക പ്രൈം നമ്പർ അല്ലേ വരുന്നത് ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഏതാണ് മക്കളെ 7 ആണ് വരുന്നത് 1,7 എന്ന് പറയുന്നത് അതുപോലെ 7,1 എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സ് അല്ലേ 1 into 7 7 into 1 എന്തായിരിക്കും വരിക മക്കളെ 7 ആയിരിക്കും വരിക ഇനി വേറെ ഏതെങ്കിലും നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം നമ്പർ കിട്ടുന്ന എന്റെ മക്കൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല ഒരു കാരണവശാലും കിട്ടാൻ പോലില്ല അപ്പൊ അത് ഓർമ്മയിലേക്ക് അതൊരു ഫാക്ട് ആയിട്ടുള്ള കാര്യമാണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 into അതായത് ഒരു പ്രൈം നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമാണ് ആ മക്കൾ എന്ത് കിട്ടുള്ളൂ പ്രൈം നമ്പർ കിട്ടുള്ളൂ വേറെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു കോമ്പോസിറ്റ് നമ്പർ ആയിട്ട് മാറും അല്ലെങ്കിൽ എന്താ പറയാ ഭാജ്യസംഖ്യ ആയിട്ട് മാറും അത് സംശയമായിട്ട് നോക്കി നോക്കിയേ 3 എന്ന് പറയുന്നത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 into 3 6 അല്ലെ വരിക പ്രൈം നമ്പർ ആണോ അല്ല ഇനി അതല്ല 7 into 3 എന്തായിരിക്കും വരിക 5 into 3 അതായത് രണ്ട് പ്രൈം നമ്പർ ആണ് രണ്ട് പ്രൈം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക ഒരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കും വരിക അപ്പൊ പ്രൈം നമ്പർ ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ അത് നോർമലി വെക്കുക അപ്പൊ ഇവിടെ മൊത്തം എത്ര ആൾക്കാരാണ് വരുന്നത് 1 2 3 4 5 6 7 8 പേരാണ് വരുന്നത് അല്ലേ ടോട്ടൽ 100 ഉള്ളതിൽ 8 പേര് എത്രയാണ് മക്കളെ വരുന്നത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ പ്രൈം നമ്പർ ആണ് വരുന്നത് അപ്പൊ ഇവിടെ എങ്ങനെയാണ് മക്കളെ ചെയ്യാന്ന് പറയുന്നത് ഇവിടെ 4 2s are 8 അതുപോലെ 52s are 100 ആണ് വരിക 2 2s are 4 ആണ് വരിക അതുപോലെ 25 into 2 50 ആണ് വരിക ആൻസർ എന്തുകൊണ്ട് കിട്ടണം മക്കളെ എനിക്ക് 2/25 കൊണ്ടാണ് വരിക എത്രയാണ് വരിക എന്ന് പറയുന്നത് 2/25 ആണ് വരിക അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എത്രയാണ് മക്കളെ വരിക എന്ന് പറയുന്നത് 2 divided by 25 ആണ് വരിക then അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോടാ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ 2/25 ആൻസർ കിട്ടി അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോടാ മക്കളെ അവയുടെ ഗുണനഫലം 2ന്റെ കൃതിയാവാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചുള്ളത് അതല്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് പ്രൊഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഈസ് എ പവർ ഓഫ് 2 അപ്പൊ ആദ്യം തന്നെ എനിക്ക് അറിയേണ്ടത് 2ന്റെ പവേഴ്സ് ആയിട്ട് വരാനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളതാണ് ആരൊക്കെയാണ് മക്കളെ 2ന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ 2 എന്ന് പറയുമ്പോൾ എന്താ വരിക 2 ആണ് വരിക അതുപോലെ 2 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക 4 ആണ് വരിക 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക 8 ആണ് അതുപോലെ 2 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക 16 ആണ് വരിക അതുപോലെ 2 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ വരിക 32 ആണ് വരിക അതുപോലെ 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക 64 ആയിരിക്കും വരിക 2 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരികയാണ് മക്കളെ 128 ആണ് വരിക ഇവിടം വരെയുള്ള ആൾക്കാരെ മാത്രം എനിക്ക് എടുത്താൽ മതിയിടാ കാരണം 128 എന്തായാലും നമുക്ക് വരാൻ പോകില്ല 10 into 10 എത്ര വരെ വരുള്ളൂ 100 വരെ വരുള്ളൂ അപ്പൊ 100ന്റെ താഴെ വരുന്ന ആൾക്കാരെ മാത്രം ഞാൻ നോക്കിയാൽ മതിയില്ലേ മാക്സിമം വരാൻ പോകുന്നത് 10 into 10 അല്ലെ 10,10 എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ സ്ലിപ്പ് ബോക്സിൽ നിന്നും 10 കിട്ടി രണ്ടാമത്തെ ബോക്സിൽ നിന്നും 10 കിട്ടി അപ്പൊ 10 into 10 100 വരെയുള്ള ആൾക്കാരല്ലേ വരുള്ളൂ ഇവിടെ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 100ന്റെ താഴെയുള്ള ആൾക്കാരെ മാത്രം നോക്കിയാൽ മതി അപ്പൊ മാക്സിമം 64 വരെ വരുന്ന ആൾക്കാരെ വരുള്ളൂ അപ്പൊ ഏതൊക്കെ വരുമ്പോഴാണ് മക്കളെ 2 വരാൻ സാധ്യതയുള്ളത് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 വന്നാലും അതുപോലെ 1 2 എന്ന് പറയുന്നതും അതുപോലെ 2,1 വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് വരുള്ളൂ 1 into 2 2 ആണ് വരിക 2 into 1 എന്താ വരിക 2 ആണ് വരിക ഇനി അടുത്തത് 4 കിട്ടാൻ എപ്പോഴൊക്കെയാണ് സാധ്യതയുള്ളത് നോക്കി നോക്കുക എപ്പോഴൊക്കെയാണ് വരുന്നത് 1 into 4 അതുപോലെ 4 into 1 പിന്നെ അതുപോലെ ഇതിന്റെ ടേബിളിലാണ് പറഞ്ഞത് 2ന്റെ ടേബിളിൽ വരും 2,2 ഈ പറഞ്ഞ 3 കേസിൽ മാത്രമേ എന്ത് വരുള്ളൂ മൾട്ടിപ്ലൈ ആയിട്ട് 4 വരുള്ളൂ ഇനി അടുത്തത് 8 എപ്പോഴൊക്കെയാണ് വരുന്നത് നോക്കി നോക്കുക എപ്പോഴാണ് വരിക 1,8 വരും അപ്പോൾ അതുപോലെ തന്നെ 8,1 വരാം പിന്നെ അതുപോലെ മക്കളെ 2,4 വരാം അതുപോലെ 4,2 ഇതല്ലേ വരിക വേറെ ഏതെങ്കിലും ടേബിളിൽ 8 വരുമോ 2ന്റെ ടേബിളിലും 1ന്റെ ടേബിളിൽ 2ന്റെ ടേബിളിൽ ഇനിയാണ് 8 വരുള്ളൂ ഇനി അടുത്തത് 16 വരുമ്പോൾ എത്രയാണ് മക്കളെ വരിക 1 into 16 ആണ് വരിക പക്ഷെ 16 എന്ന് പറയുന്ന സ്ലിപ്പ് നമ്മുടെ ബോക്സിൽ ഉണ്ടാവോ ഇല്ല അപ്പൊ അതെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ എപ്പോഴാണ് വരിക 2ന്റെ ടേബിളിൽ വരുമ്പോൾ എത്രയാണ് മക്കളെ 2 into 8 16 അല്ലേ വരിക അപ്പൊ ആദ്യത്തെ ആളായിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതാം 2,8 എഴുതാം അപ്പൊ അതുപോലെ തന്നെ ആരും വരുവാ മക്കളെ 8,2 വരും പിന്നെ 3യുടെ ടേബിളിൽ 16 വരില്ല 4ന്റെ ടേബിളിൽ വരുവാ മക്കളെ വരും ഇല്ലേ 4ന്റെ ടേബിളിൽ എത്ര വരിക 4,4 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക 16 ആയിരിക്കും വരിക ഇനി അതിന് തിരിച്ചെഴുതേണ്ട ആവശ്യമുണ്ടോ ഇല്ലാലോ അപ്പൊ അതങ്ങനെ എഴുതി ഇനി അടുത്തത് അപ്പൊ ഇനി 16 കഴിഞ്ഞു ഇനി അടുത്തത് 32 എപ്പോഴാണ് വരിക നോക്കുക 1 into 32 ആണ് വരിക എഴുതേണ്ട ആവശ്യമുണ്ടോ 32 ബോക്സിൽ വരുമോ സ്ലിപ്പിൽ ഉണ്ടാവോ ഇല്ല സ്ലിപ്പിൽ 32 എന്ന് പറയുന്ന നമ്പർ ഉണ്ടാവില്ല ഇനി അടുത്ത് 2ന്റെ ടേബിളിൽ എപ്പോഴാണ് മക്കളെ വരിക 2 into 16 അവിടെ 16 എന്തെങ്കിലും ഉണ്ടാവില്ല ഉറപ്പായിട്ട് ഉണ്ടാവില്ല ഇനി അടുത്ത് 32 ആണ് നോക്കുന്നത് വിചാരിക്കുക 32 ആകുമ്പോൾ 1 into 32 എത്രയാണ് മക്കളെ വരിക 32 ആണ് വരിക പക്ഷെ 32 എന്ന് പറയുന്നത് നമ്മുടെ ബോക്സിൽ വരുമോ ഇല്ല
2 into 16 32 ആണ് വരിക. 16 എന്ന് പറയുന്നത് നമ്മുടെ സ്ലിപ്പിൽ വരുമോ? ഇല്ല. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി 3 ടേബിളിൽ 32 വരാൻ ഒരു സാധ്യതയില്ല. 4 ടേബിളിൽ വരുമോ? 4 into 8 8 ഒരു 4 എത്രയാ വരിക? 4 into 8 4 എത്രയാ മക്കളെ വരിക? 32 അല്ലേ വരിക. അപ്പൊ 4 into 8 അതുപോലെ 8,4 ഇല്ലേ 32 അല്ലേ വരിക. ഇനി വേറെ ഏതെങ്കിലും ടേബിളിൽ 32 വരാൻ സാധ്യത ഉണ്ടോ മക്കളെ? ഇല്ല. ഇനി അടുത്തത് 64 ആണോ നോക്കട്ടെ. 64 ഈ പറഞ്ഞ 1 into 64 എടുക്കേണ്ട ആവശ്യമില്ല. 2 into പിന്നെ അതുപോലെ എന്താ പറയാ 2 into 32 വരും. അപ്പൊ ഈ പറഞ്ഞ ആൾക്കാർ ഒന്നും എടുക്കേണ്ടി വരില്ല. പിന്നെ വരിക ആരാണ് മക്കളെ? 8,8 മാത്രമേ വരുള്ളൂ അല്ലേ. 8 into 8 64 ഇത്രയല്ലേ വരുള്ളൂ. അപ്പൊ മൊത്തം എത്ര ആൾക്കാരാണ് വരുന്നത്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 എത്രയാണ് മക്കളെ? നമ്മുടെ 15 പേരാണ്. 100-ല് 15 പേരാണ് ആ മക്കളെ എന്ന് പറയുന്നത്. 2ന്റെ പവറായിട്ട് വരുന്ന ആൾക്കാർ. പ്രൊഡക്റ്റ് എന്തായിട്ട് വരുന്ന ആൾക്കാർ എന്നാ പറയുന്നത്? 2ന്റെ പവറായിട്ട് വരുന്ന ആൾക്കാർ 15/100 ആണ്. 15/100 എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയാൽ മതിയോ? ഇല്ലല്ലോ. 5 3 5 15 ഇങ്ങനെയല്ലേ വരിക. നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3 5s are 15 അതുപോലെ 25s are 100. അപ്പോൾ ആൻസർ എന്താണ് മക്കളെ വരിക എന്ന് പറയുന്നത്? 3/20 എന്ന് പറഞ്ഞിട്ടായിരിക്കും ആൻസർ വരിക എന്ന് പറയുന്നത്. ആൻസർ എത്രയായിരിക്കും മക്കളെ വരിക? 3/20 ആയിരിക്കും വരിക. അപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് 3/20 എഴുതിച്ചാലാണ് മക്കളെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? The table below shows a daily wages of 75 workers in a factory. അതായത് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ശമ്പളമാണ് 500 മുതൽ 600 വരെ കിട്ടുന്ന ആൾക്കാർ 10 പേരുണ്ട്. അതുപോലെ 600 മുതൽ 700 വരെ കിട്ടുന്ന ആൾക്കാർ 22 പേരുണ്ട്. 700 മുതൽ 800 വരെ ശമ്പളം കിട്ടുന്ന ആൾക്കാർ 20 പേരുണ്ട്. 800 മുതൽ 900 വരെ കിട്ടുന്ന ആൾക്കാർ 15 പേരുണ്ട്. 900 മുതൽ 1000 വരെ കിട്ടുന്ന ആൾക്കാർ 8 പേര്. ഒരു ദിവസത്തെ കൂലിയുടെ കണക്കാണ് മക്കളെ പറയണത്. If the workers are arranged according to their wages, what is the wage of the person whose position is taken as the median? അതായത് മീഡിയൻ അല്ലെങ്കിൽ മധ്യമം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ മധ്യമം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ടേബിളിനെ ഞാൻ നമ്മുടെ ആ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിളിലോട്ട് മാറ്റാണ് മക്കളെ ഇല്ലേ. ക്രമാവർത്തന പട്ടിക രൂപത്തിലേക്ക് മാറ്റാണ്. അപ്പൊ ഇങ്ങനെയാണ് മക്കളെ വരിക എന്ന് പറയുന്നത്. 600-ൽ താഴെ കിട്ടുന്ന ആൾക്കാർ എനിക്ക് എന്താണ് കൊണ്ട് എഴുതാം മക്കളെ? 10 എന്ന് കൊണ്ട് എഴുതാം. ഇനി 700-ൽ താഴെ കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ 10 22 കൂടി കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 32 ആണ് വരിക. ഇനി 800-ൽ താഴെ കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ 32ന്റെ കൂടെ വീണ്ടും 20 ആഡ് ചെയ്യുമ്പോൾ 52 എന്ന് കൊണ്ട് വരും. 800-ൽ താഴെ 900-ൽ താഴെ കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ നേരത്തെ കിട്ടിയ 52ന്റെ കൂടെ 15 കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും മക്കളെ? 67 വരും. ഇനി 1000-ൽ താഴെ കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ 67ന്റെ കൂടെ 8 കൂടി കൂട്ടുമ്പോൾ എത്രയാണ് മക്കളെ വരിക? 75 ആണ് വരിക. ആകെ മൊത്തം എത്ര ആൾക്കാരാണ് വരുന്നത്? 75 പേരാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ അവിടെ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മക്കളെ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രാമത്തെ ആളുടെ വരുമാനമാണ് മധ്യമ വേതനമായിട്ട് എടുക്കുന്നതെന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. അതായത് അപ്പൊ 75ന്റെ മിഡിലിൽ വരുന്ന ആളല്ലേ കണ്ടുപിടിക്കേണ്ടത്. 75ന്റെ മിഡിലിൽ വരുന്ന ആൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ കണ്ടുപിടിക്കുക? 75 1/2 ഇങ്ങനെയല്ലേ വരിക. 76/2 സമം എന്തുകൊണ്ട് വരൂടാ മക്കളെ? 38 അല്ലെ. 38ാമത്തെ ആളുടെ വേതനാണ് അല്ലെ. 38% അല്ലെങ്കിൽ 38ാമത്തെ ആളുടെ വേതനത്തിന് ആ ഒരു ആളുടെ വേതനത്തിനെയാണ് മക്കളെ നമ്മൾ എന്തായിട്ട് എടുക്കുക? മധ്യമ വേതനമായിട്ട് എടുക്കുന്നതാണ്. ഇനി മധ്യമ വിഭാഗം എവിടെയാണെന്നാണ് ചോദിച്ചുള്ളത് അല്ലെ. മധ്യമ വിഭാഗം ഏതാണ് മക്കളെ വരിക എന്ന് പറയുന്നത്? ഇവിടുത്തെ മധ്യമ വിഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? മധ്യമ വിഭാഗം എന്ന് പറയുന്നത് ഏതായിരിക്കും വരിക? ഈ 38ാമത്തെ ആള് എവിടെയാണ് മക്കളെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ? 38ാമത്തെ ആള് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? 32ന്റെ 52ന്റെ ഇടയിലല്ലേ വരിക. 800-ൽ താഴെ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും മക്കളെ വരിക? 800-ൽ താഴെ എന്ന് പറയുമ്പോൾ എവിടെയായിരിക്കും വരിക? 700-ന്റെയും 800-ന്റെയും ഇടയിലെ അല്ലേ. അപ്പൊ ഇവിടുത്തെ മധ്യമ വിഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ വരിക? 700 to 800 എന്ന് പറയുന്നതായിരിക്കും വരിക അല്ലേ. 700 to 800 എന്ന് പറയുന്നതായിരിക്കും വരിക. ഇനി അടുത്തത് അതൊക്കെ വിച്ച് ഈസ് ദ മീഡിയൻ ക്ലാസ് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ് മക്കളെ വരിക? 700 to 800 എന്നുള്ളത് എഴുതിക്കാം. ദെൻ അടുത്തത് കാൽക്കുലേറ്റ് ദ മീഡിയൻ ഡെയിലി വേജ് അല്ലെങ്കിൽ മധ്യമമായ വേതനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ 38ാമത്തെ ആളുടെ ആണ് എന്ത് കണ്ടുപിടിക്കേണ്ടത് മക്കളെ? എനിക്ക് ആ ഒരു വേതനം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്താ നമ്മൾ ചെയ്യാറ് സാധാരണ അല്ലേ. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 33ാമത്തെ ആളുടെ ആദ്യം ഞാൻ എന്ത് കണ്ടുപിടിക്കാൻ പോവാണ് മക്കളെ? ഈ 33rd കണ്ടുപിടിക്കാൻ പോവാ അല്ലേ. 33ാമത്തെ ആളുടെ കണ്ടുപിടിക്കാൻ പോവാണ്. 33ാമത്തെ ആള് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ വരിക? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32ാമത്തെ ആള് വരെ എത്രയാണ് വരുന്നത്? 700 ആണ് വരുന്നത്. 700 മുതൽ 800 വരെ അല്ലെ എത്ര പേരാണുള്ളത്? 700 മുതൽ 800 വരെ എത്ര പേരാണുള്ളതാണ് മക്കളെ? 100 ആൾക്കാരുള്ളത്.
അപ്പോൾ ഈ 100 ആൾക്കാരെ എത്ര ഭാഗങ്ങളാക്കിയിട്ടാണ് പറ്റുന്നത്? 20 ഭാഗങ്ങളായിട്ടാണ് പറ്റുന്നത്. 700 മുതൽ 800 വരെ 100 ആണുള്ളത്. അതിൽ എത്ര ഭാഗങ്ങളാക്കി മാറ്റണം? 20 ഭാഗങ്ങളാക്കി മാറ്റണ്ടേ? അപ്പൊ എനിക്ക് എന്തുകൊണ്ട് എഴുതാടാ മക്കളെ? 100 അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ 20 അല്ലേ വരിക. അപ്പൊ ഇവിടെ 0 വെട്ടിപ്പോയി 10/2 ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് എഴുതാ മക്കളെ? 5 അല്ലേ വരിക. അപ്പൊ 5ന്റെ പകുതി അല്ലെ 5/2 ഈസ് ഈക്വൽ ടു എന്തുകൊണ്ട് എഴുതാ മക്കളെ? അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33ാമത്തെ ആളുടെ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 700ന്റെ കൂടെ 5/2 ആഡ് ചെയ്തായിരിക്കും വരിക. 700 പ്ലസ് 5/2 എന്ന് പറയുന്നതല്ലേ വരിക. 700 പ്ലസ് 5/2 എന്ന് പറയുന്നതല്ലേ വരിക. അപ്പൊ എനിക്ക് 33ാമത്തെ ആളുടെ 33rd ആളുടെ വേജ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് കിട്ടിയിടാ മക്കളെ? 700 പ്ലസ് 5/2 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 2.5. അതായത് 702.5 എന്നോ അല്ലെങ്കിൽ എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാം മക്കളെ? എനിക്ക് 702 അര എന്ന് പറഞ്ഞിട്ട് എഴുതാം. 702 അര എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇതിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ലടാ മക്കളെ. അപ്പോൾ 702.5 അല്ലെങ്കിൽ 702 അര എന്ന് പറഞ്ഞിട്ടോ ഏതെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ മതി. ഇനി അടുത്തത് എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? എത്രാമത്തെ ആളുടെ കണ്ടുപിടിക്കേണ്ടത്? 38th ആളുടെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? 38th ആളുടെ അല്ലേ കണ്ടുപിടിക്കേണ്ടത്? അതായത് 33rd ആളുടെ 33rd ആളെ 33ാമത്തെ ആളുടെ കൂടെ എത്ര കൂട്ടിയാൽ മതി എവിടാ മക്കളെ? 5 എണ്ണല്ലേ കൂട്ടുന്നത് അല്ലേ? അപ്പൊ 5 ഇൻറ്റു അവിടെ 5 കോമൺ ഡിഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡി എത്രയാണ് വരുന്നത്? 5 അല്ലേ കണ്ടുപിടിച്ചിട്ടായിരുന്നത്. അപ്പൊ 5 ഇൻറ്റു 5 വരും. അതായത് 33ാമത്തെ ആളുടെ വേജ് എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ വരുന്നത്? 702.5 പ്ലസ് 5 എത്രയാണ് മക്കളെ വരിക? 25 ആണ് വരിക. അപ്പൊ 702 പ്ലസ് 25 എത്രയാണ് മക്കളെ വരിക? 727 എന്ന് പറഞ്ഞിട്ടാണ് വരിക. 727 മക്കളെ എന്തെന്ന് പറയുന്നത്? 38ാമത്തെ ആളുടെ വേജ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കാൽക്കുലേറ്റ് മീഡിയൻ ഡെയിലി വേജ് എന്ന് പറയുന്നത് 727 രൂപയായിരിക്കും മക്കളെ വരിക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മധ്യമമായ വേതനം എന്ന് പറയുന്നത് 727 രൂപയായിരിക്കും വരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബി സെക്ഷൻ എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങൾ മുഴുവൻ വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചോദ്യങ്ങൾ കൃത്യമായിട്ട് കാണുമ്പോൾ ഒരൊറ്റ വട്ടം കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഡെസ്പ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ വീണ്ടും ആ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിക്കണം മക്കളെ. എന്നിട്ട് ആ ഒരു ആൻസർ ചെയ്യണ ആ ഒരു രീതിയാണ് എൻ്റെ മക്കൾ കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് ആ ഒരു ക്വസ്റ്റ്യനിലോട്ട് എത്തിയത്, ആ ഒരു രീതി മനസ്സിലാക്കിയതിന് ശേഷം നന്നായിട്ട് ചെയ്ത് പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മൾ ഈ സെറ്റ് ബിയിലെ സെക്ഷൻ സിയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വലിയ വീഡിയോ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് സിഗ്മ സൊല്യൂഷൻസ്.